ഈ കൈക്കൂലി കേസുകളിലൊക്കെ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടാകുമോ? നിലവിലെ നിയമപ്രകാരം ഒരാളെ കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടാവുക. ഇങ്ങനെ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് സാലറി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് തന്നെ പറയാം. കേരള പേയ്മെന്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് പ്രകാരം ഒരാൾ സസ്പെൻഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാലറിയുടെ പകുതിയാണ് ലഭിക്കുക. ഇനി ആകട്ടെ സസ്പെൻഷന്റെ കാലാവധി 3 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറിയുടെ 75% അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്യാം. മാത്രമല്ല സസ്പെൻഷന്റെ കാലാവധി 6 മാസത്തിലധികം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണിയും ചെയ്യാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ അദ്ദേഹത്തിന് മുഴുവൻ ശമ്പളവും വാങ്ങുവാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ സസ്പെൻഷനിലായിരിക്കുന്ന കാലയളവിൽ തന്നെ അദ്ദേഹത്തിനെതിരായി എൻക്വയറി അതുപോലെ തന്നെ കോർട്ടിൽ കേസും ഫയൽ ചെയ്യപ്പെടും. കോടതിയിൽ കുറ്റവാളിയും തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യുന്നതാണ്. നിലവിൽ നടക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസും എൻക്വയറീസും ഒക്കെ തന്നെ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടു പോവുകയും കേസ് നടക്കപ്പെടുമ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ ടെമ്പററി ആയിട്ട് തന്നെ സർവീസിലേക്ക് തിരിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സ്ഥിതി. 2016 മുതൽ 2025 വരെയുള്ള 9 വർഷ കാലയളവിൽ കറക്ഷൻ കേസുകളുടെ ബേസിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഏതാണ്ട് 85 പേരെ മാത്രമാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടവരായിട്ട് ഏതാണ്ട് 4 പേർ മാത്രവും. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.